ഇനി ഒരൊറ്റ കാര്യം കൂടിയേ ഉള്ളൂ. അതെന്താണ്? മുട്ടയുടെ വെള്ള. അത് നമ്മൾ ആദ്യമേ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് പതപ്പിച്ച് പത പോലെ ആക്കണം. ഒരു അല്പം ഉപ്പ്, അല്പം എന്ന് പറയുമ്പോൾ ഒരു അര നുള്ളെന്നൊന്നും പറയാനില്ല, അതിലും ചെറുതാണെങ്കിൽ അത്രയും നല്ല പേരിന് വേണ്ടി ഉപ്പ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, മുട്ടയുടെ വെള്ള പതപ്പിക്കുമ്പോൾ അത് പതപ്പിക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. പറ്റുമെങ്കിൽ പാത്രം ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ കൂടുതൽ നല്ലത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം പാടില്ല, അത് പ്രധാനമാണ്. ഇനി മുട്ടയുടെ വെള്ള ആ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പെന്ന് പേരേ ഉള്ളൂ കേട്ടോ, കുറച്ച്. എന്നിട്ട് ഇനി സ്പീഡ് കുറച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ തുടങ്ങുന്ന ലോ സ്പീഡിലാണ്, പിന്നെ കുറച്ച് ഹൈ ആക്കി അങ്ങനെ മുട്ടയുടെ വെള്ളയും പതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ കൂട്ടിലേക്ക് സാവധാനം യോജിപ്പിക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം ഇതിൽ ചേർക്കുന്നതിലും ഒരുപാട് കാര്യമുണ്ട്. ഇത് നല്ല രീതിയിൽ ഇതിലേക്ക് പതപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ആ പുഡിങ് അത്രത്തോളം സ്പോഞ്ചി ആയിരിക്കും. അപ്പോൾ ഓരോ കാര്യം ചേർക്കുന്നതിന് അതിൻ്റേതായ ഒരു കാരണം ഉണ്ടാകും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് തന്നെ ചെയ്താൽ ആ കറക്റ്റ് പെർഫെക്ഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി വളരെ സാവധാനം ഇതിങ്ങനെ പതയടങ്ങാത്ത രീതിയിൽ, എന്നാൽ ആ ഒരു നമുക്ക് ആ പുഡിങ്ങിന് ആ ഒരു ടെക്സ്ചർ കിട്ടുന്ന രീതിയിൽ ഇതിങ്ങനെ യോജിപ്പിച്ചത്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ ബേക്കിംഗ് ഡിഷിലേക്ക് ഇത് മാറ്റുന്നു. എന്നിട്ട് ആ ബേക്കിംഗ് ഡിഷ് കുറച്ചുകൂടി വലിയൊരു ബേക്കിംഗ് ഡിഷിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട്, അതായത് കുറച്ചുകൂടി വലിയ ബേക്കിംഗ് ഡിഷിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് ഈ പുഡിങ്ങിൻ്റെ കൂട്ടൊഴിച്ച് വെച്ചിരിക്കുന്ന പാത്രം ഇറക്കി വെച്ചിട്ട്, എന്നിട്ട് ഈ രണ്ട് പാത്രം ഡബിൾ ഡക്കറായിട്ടാണ് നമ്മൾ ഓവനിലേക്ക് കയറ്റുന്നത്. അതൊരു പ്രത്യേക രീതിയിലുള്ളൊരു ബേക്കിംഗ് ആണ്, ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ടെക്സ്ചറിനൊരു പുഡിങ് ആയതുകൊണ്ട് ഒരു വ്യത്യാസം കിട്ടാനാണ് അങ്ങനെ. അപ്പോൾ കുറച്ച് വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പുഡിങ് ഡിഷ്. അതിനകത്തേക്ക് നമ്മൾ ചൂടുവെള്ളം, ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ചെറിയൊരു പാത്രം. അപ്പോൾ ചൂടുവെള്ളം ഒരുപാടങ്ങ് പൊങ്ങിപ്പോകരുത്, ഏതാണ്ട് ഒരു പകുതി ലെവലിൽ തന്നെ നിൽക്കണം. ഇതിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിശ്രിതം, പിന്നെ ഈ പാത്രത്തിൽ ഒരല്പം വെണ്ണ തടവുന്നത് നല്ലതായിരിക്കും. പാത്രത്തിനകത്ത് വെണ്ണയും തടവിയിട്ടുണ്ട്. ഇനി പുഡിങ്ങിൻ്റെ മിശ്രിതം അതിലേക്ക് ഒഴിക്കാം. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു 180 ഡിഗ്രി ചൂടിൽ കിടക്കുന്ന ഒരു പ്രീ ഹീറ്റഡ് അവനിലേക്ക് ഒരു അരമണിക്കൂർ, ഒരു 25 മുതൽ 30 മിനിറ്റ് സമയം വേണ്ടി വരുമായിരിക്കും ഏകദേശം. നമുക്ക് നോക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നു. അപ്പോൾ ബേക്കായി കഴിയുമ്പോൾ നമ്മുടെ പുഡിങ് റെഡിയാകും. അപ്പോൾ ഒരു 30 മിനിറ്റ് സമയം കഴിഞ്ഞു. ചില ഇലക്ട്രിക് അവനിൽ ചിലപ്പോൾ ഒരു 40 മിനിറ്റ് ചിലപ്പോൾ വേണ്ടി വരും. നോക്കിയിട്ട് ചെയ്യുക. 30 to 40 മിനിറ്റ്സ് എത്രയായാലും 180 ഡിഗ്രിയിൽ. പിന്നെ നമ്മളിങ്ങനെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. മേൽഭാഗം പെട്ടെന്ന് ഇങ്ങനെ കളർ മാറി തുടങ്ങുന്നു, താഴോട്ട് ബേക്കായി കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ, താഴോട്ട് ബേക്കായില്ല എന്ന് പറയുമ്പോൾ ഒരു ഉറപ്പില്ലാണ്ടിരിക്കുകയാണെങ്കിൽ മേളിലൊരു സിൽവർ ഫോയിൽ, അലൂമിനിയം ഫോയിലിൻ്റെ ഒരു പേപ്പർ വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ബേക്ക് ചെയ്യുക. അത് ഓരോ രീതിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും എടുത്ത് ഇങ്ങനെ അവനിൽ വെച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കരുത്. 40 മിനിറ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ടുണ്ട്, അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. അതനുസരിച്ചിട്ട് ക്രമീകരിച്ച് കൊടുക്കുക. അപ്പോൾ ഓരോ ഓവനും ഡിഫറെൻ്റ് ആയിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അത് ചൂടിൻ്റെ ഒരു ക്രമീകരണം ഉണ്ടാവുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടുവെള്ളത്തിനകത്ത് തന്നെ ഇറക്കി വെച്ച് തന്നെ ബേക്ക് ചെയ്യണം. അപ്പോൾ നല്ല ഒരു എന്താ പറയുക, മേൽഭാഗം ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് സ്പോഞ്ച് പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇത് ഒരു ഹോട്ട് പുഡിംഗ് ആയിട്ട് ഉപയോഗിച്ചാലും വളരെ നല്ലതാണ്. അതായത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ കൊടുത്താലും വളരെ സ്വാദ്. പിന്നെ ഇത് തണുപ്പിച്ച് കൊടുത്താൽ ഒരു കോൾഡ് പുഡിംഗ് ആയിട്ട് മാറും, അതും വളരെ സ്വാദ് തന്നെയാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലേക്ക് മാറ്റുക. ഹോട്ടായിട്ടാണോ അതോ തണുപ്പിച്ച് കഴിക്കുന്നതാണോ? എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്.
അപ്പോൾ നല്ല സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇഡ്ഡലി കൊണ്ട് തന്നെ വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഇതും അതുപോലൊരു വിഭവമാണ്. ഇത് ഇഡ്ഡലി മസാല എന്നോ അല്ലെങ്കിൽ മസാല ഇഡ്ഡലി എന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. സാധാരണ നമ്മൾ ഇഡ്ഡലി കറിയൊക്കെ കൂട്ടി കഴിക്കും, സാമ്പാർ, ചമ്മന്തി, മുളക് പൊടി, പിന്നെ പലതരം ചമ്മന്തികൾ. പക്ഷേ ഇതൊന്നും വേണ്ട, മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഇഡ്ഡലിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലെന്തായാലും ഇഡ്ഡലി ഉണ്ടെങ്കിൽ നമുക്ക് മസാല ഇഡ്ഡലി തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഡ്ഡലി 5 ഇടത്തരം സൈസിലുള്ളത്, ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. സവാള 2 ചെറുതായി അരിഞ്ഞത്. ടൊമാറ്റോ 2 വലുത് നീളത്തിലുള്ള കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. പച്ചമുളക് 1 വലുത് ചെറുതായി അരിഞ്ഞത്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. മുളക് പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാലപ്പൊടി 3/4 ടീസ്പൂൺ. കായപ്പൊടി 1/4 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. വെള്ളം 1/2 കപ്പ്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: എണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 2 ടീസ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, കറിവേപ്പില 2 തണ്ട്. ഇനി ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അപ്പോൾ ആദ്യം തന്നെ പാത്രം ചൂടായി കഴിഞ്ഞാൽ ചേർക്കേണ്ടത് എണ്ണയാണ്. എണ്ണ എന്ന് പറയുമ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യാനുസരണം വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ മുതൽ ഒരു 2 or 3 വരെ ഉപയോഗിക്കാം. കടുകിടാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉഴുന്നുപരിപ്പ് ഒരു 2 ടീസ്പൂൺ, 2 or 3 ടീസ്പൂൺ ഇടാം. ഉഴുന്നുപരിപ്പിൻ്റെ ഇഷ്ടം കൂടുതൽ നന്നായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതലിടുക. അപ്പോൾ അതൊന്ന് നിറം മാറി തുടങ്ങുമ്പോൾ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും ചെറുതായി നിറം മാറി തുടങ്ങി. പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. പച്ചമുളക് 1 എണ്ണം. അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ, താളിച്ച കാര്യങ്ങൾ മൂത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചേർക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചെറുതായി വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞതും ചേർക്കാം. ഒരു 2 ഇടത്തരം സവാള. അപ്പോൾ സവാള ഒന്ന് വാടി ഒന്ന് കളർ മാറാൻ തുടങ്ങുന്നൊരു പാകം, അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. കണ്ണടച്ച് ഓർക്കുന്നതിന് മുമ്പ് നമ്മുടെ മസാല ഇഡ്ഡലി ഇവിടെ റെഡിയാകും. അത്ര സമയം വേണ്ടുള്ളൂ. ഇതൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി. പിന്നെ കുറച്ച് കാര്യങ്ങൾ അത്രേ ഉള്ളൂ.